കോഴിക്കോട് കോടഞ്ചേരി കക്കാടംപൊയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിൽ വിജിലൻസിന്റെ അന്വേഷണം. വിവരാവകാശ പ്രവർത്തകൻ സെയ്തലവിയുടെ പരാതിയിൽ കോഴിക്കോട് വിജിലൻസിലാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പരാതിക്കാരൻ സെയ്തലവിയുടെ മൊഴി രേഖപ്പെടുത്തി 144 കോടിയുടെ പദ്ധതിക്ക് 221 കോടിയാണ് ചെലവായത്. ഹൈവേയുടെ ഗതിമാറ്റത്തിനും ഭീമമായ ചെലവിനും പിന്നിൽ അഴിമതി എന്നാണ് ആരോപണം. ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താത്ത സാങ്കേതിക പ്രശ്നം പിന്നീട് എങ്ങനെയുണ്ടായി എന്നാണ് ചോദ്യം. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. കല്ലുംപാറ മുതൽ അകമ്പുഴ താഴെ കക്കാടംപൊയിൽ വരെയുള്ള 7.5 കിലോമീറ്ററിന് പുതിയ റോഡായതുകൊണ്ട് 7 കോടിയിൽ കൂടുതലാണ് പെർ കിലോമീറ്ററിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ 7.5 കിലോമീറ്റർ കുറവ് വരുത്തിയത് സർക്കാരുമായിട്ടുള്ള ടെൻഡറിൽ നിന്ന് വ്യത്യാസം വരുത്തിയാണ്. ഇതിലൂടെ 154 കോടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഭൂമി റോഡിൻ്റെ ഭാഗത്തിന് വരുന്ന ഫണ്ട് കുറയ്ക്കുന്നതിന് പകരം ക്രമാതീതമായി കൂട്ടിക്കൊടുത്ത് ഇപ്പോൾ 221 കോടി രൂപയോളമായി എന്നാണ് പറയുന്നത്. നാറ്റ്പാക്കിൻ്റെ കൃത്യമായ പരിശോധനയും അന്വേഷണവും പഠനത്തിനും ശേഷമാണ് 2018 ജിയോ വന്നതും അത് പ്രകാരം DPRൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ നാറ്റ്പാക്ക് ഇതുവരെ പരിശോധന നടത്തിയതും റിപ്പോർട്ട് സമർപ്പിച്ച എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. അശാസ്ത്രീയമായോടെ ശാസ്ത്രീയമായിട്ട് ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? 2018 ജിയോ വന്നിട്ട് ഇറക്കിയ DPR ആണ്. അത് പഠനം നടത്തിയതിന് ശേഷമാണ്, സ്ഥലം ഏറ്റെടുത്തതിന് ശേഷമാണ്. VS രഞ്ജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, എന്താണ് ഈ പരാതിക്ക് ആധാരം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ ദിവസമാണ് ഈ മലയോര ഹൈവേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷവും ഉദ്ഘാടനത്തിന് മുൻപുമായി ഈ ഒരു 7 കിലോമീറ്റർ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും അതുപോലെ തന്നെ പരാതികളുമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ അതൊരു പരാതിയായി ഔദ്യോഗികമായി തന്നെ വിജിലൻസിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അഴിമതി ആരോപണമാണ് ഇപ്പോൾ വിജിലൻസിന് മുമ്പിലുള്ളത്. അതായത് ഇതിൻ്റെ 144 കോടി രൂപയാവേണ്ടത് ഏകദേശം 221 കോടിയിൽ പരം രൂപയായി ഇതിന് വർദ്ധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ 7 കിലോമീറ്റർ ദൂരം ഒഴിവാക്കിയതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ലിൻഡോ ജോസഫ് MLA പറയുന്നത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഈ 7 കിലോമീറ്റർ ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 7 കിലോമീറ്റർ ഒഴിവാക്കിയതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. DPRനകത്തും സർക്കാർ ഓർഡറിനകത്തും നാറ്റ്പാക്റ്റിൻ്റെ റിപ്പോർട്ടിനകത്തുമൊക്കെ കൃത്യമായി പഠനം നടത്തി ശാസ്ത്രീയമായി കണ്ടെത്തിയ മാർഗം അതൊരു ബദൽ മാർഗത്തിലേക്ക് മാറാനും അത് വഴിതിരിച്ചു വിടാനുമുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതിക്കാരൻ്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് യൂണിറ്റാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മലയോര ഹൈവേ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ വാദം. എന്നാൽ അതിൽ 7 കിലോമീറ്റർ ഒഴിവാക്കിയെന്നും ആ 7 കിലോമീറ്റർ ഒഴിവാക്കിയതിൽ അഴിമതിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം.